നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെ കണ്ണൂർ ആസ്റ്റർ മിംസ് ആദരിച്ചു. നീലേശ്വരം ഗോകുലം നളന്ദ ഓഡിറ്റോറിയത്തിലാണ് ആഗ്നേയം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. നാട്ടുകാരും ആംബുലൻസ് ഡ്രൈവർമാരും ഉൾപ്പെടെ 80ഓളം രക്ഷാപ്രവർത്തകരാണ് അനുമോദന സദസ്സിൽ പങ്കെടുത്തത്. നീലേശ്വരം ഗോകുലം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഗ്നേയം പരിപാടി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് തുടങ്ങിയത്. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് അതിജീവിച്ചവരും ആരാണെന്ന് പോലും അറിയാതെ രക്ഷകരായി മാറിയവരും തമ്മിൽ കണ്ടുമുട്ടിയ വേദിയായി ആഗ്നേയം മാറി. വൻ പൊട്ടിത്തെറിയും അഗ്നിബാധയും സംഭവിച്ചിട്ടും മനോധൈര്യം കൈവിടാതെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ നാട്ടുകാരുടെയും അപകടം സംഭവിച്ച നിമിഷനേരങ്ങൾക്കുള്ളിൽ എത്തിച്ചേർന്ന ആംബുലൻസ് ഡ്രൈവർമാരുടെയും ഒരുമിച്ച് ചേർന്നുള്ള രക്ഷാപ്രവർത്തനമാണ് അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കുവാൻ സഹായകരമായത്. ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയവർ സമൂഹത്തിന് മാതൃകയും അഭിമാനവുമാണെന്ന് ആസ്റ്റർ മിംസ് COO ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. So there are a lot of people involved. ഈ ആൾക്കാരെ രക്ഷിക്കാനും ട്രീറ്റ്മെന്റ് ചെയ്യാനും നോക്കാനും വേണ്ടി നാട്ടുകാരും ആംബുലൻസ് ഡ്രൈവർമാരും ഉൾപ്പെടെ 80ഓളം രക്ഷാപ്രവർത്തകരാണ് കണ്ണൂർ ആസ്റ്റർ മിംസ് സംഘടിപ്പിച്ച ആഗ്നേയം അനുമോദന സദസ്സിൽ പങ്കെടുത്തത്. അതിജീവിച്ചവരും രക്ഷകരായവരും അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. നീലേശ്വരത്ത് സംഭവിച്ചതുപോലെയുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ ശാസ്ത്രീയമായി രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ച് ആസ്റ്റർ മിംസ് എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ ജിനേഷ് വീട്ടിലകത്ത് വിശദീകരിച്ചു. പൊള്ളലേറ്റാൽ നിർവഹിക്കേണ്ട പ്രാഥമിക ചികിത്സാ രീതികളെക്കുറിച്ച് ക്രിട്ടിക്കൽ കെയർ വിഭാഗം മേധാവി ഡോക്ടർ റിനോയ് ചന്ദ്രൻ, പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ നിബു കുട്ടപ്പൻ, ഡോക്ടർ അർജുൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നിർദ്ദേശങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.